ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. സാധാരണയായി ഹോട്ടലുകളിൽ നിന്ന് മാത്രം കഴിക്കാറുള്ള ചില്ലി ചിക്കൻ നമുക്കിന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. അതിനാവശ്യമായ ചിക്കൻ ബോൺസ് ഇല്ലാത്തതാണ് നല്ലത്. ബോൺസ് ഉള്ളതും എടുക്കാവുന്നതാണ്. ബോൺസ് ഇല്ലാത്ത 900 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വെള്ളം ഒട്ടുമില്ലാത്ത രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1/2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1/2 ടേബിൾ സ്പൂൺ, സാൾട്ട് 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മുട്ട ഒരെണ്ണം എന്നിവ പൊട്ടിച്ചൊഴിച്ച് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അടുത്തായി നമുക്ക് സ്പ്രിംഗ് ഒനിയനാണ് വേണ്ടത്. സ്പ്രിംഗ് ഒനിയൻ 2ആയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ വൈറ്റ് ഭാഗം നമുക്ക് കുക്ക് ചെയ്യാനും ഗ്രീൻ ഭാഗം ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനുമായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഒരു സവോളയുടെ ഹാഫ് എടുത്ത് ക്യൂബ് രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ഇതളുകൾ വിടർത്തി വയ്ക്കുക. ഇഞ്ചി 1 ഇഞ്ച് നീളത്തിൽ, വെളുത്തുള്ളി 10 അല്ലിയോളം, പച്ചമുളക് 3-4 എന്നിവ അരിഞ്ഞു വയ്ക്കുക. ഇനിയും വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഞാനിവിടെ 2 കളർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹാഫ് വീതമാണ് അതിൻ്റെ എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതി, ക്യൂബ്സ് രീതിയിലോ ഏത് രീതി വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്തെടുക്കാം. അതിനായി വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലോ മറ്റോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരു വശം ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ വശം കൂടി മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഈ ചൈനീസ് കുക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഹൈ ഫ്ലെയിമിലും ഫാസ്റ്റായിട്ടും ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെച്ചുകൊണ്ട് വേണം ചെയ്തു തുടങ്ങാൻ. ഇനിയും നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കിട്ടാനായി 1/2 കപ്പ് വെള്ളത്തിൽ 1 സ്പൂൺ കോൺഫ്ലവർ പൗഡർ ചേർത്ത് ഇളക്കാവുന്നതാണ്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ലാസ്റ്റ് വരെയും നമുക്ക് കുക്ക് ചെയ്യാൻ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞത് ഇട്ട് വഴറ്റാം. അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് വഴറ്റിയതിന് ശേഷം ക്യൂബ് രൂപത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് വഴറ്റാവുന്നതാണ്. ഇനിയും നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി അതിലിടാം. വെജിറ്റബിൾസൊക്കെ പുറം ഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനിയും സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിളക്കാം. ഇനിയും അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ആഡ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം 1/2 കപ്പ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ പീസ് വറുത്തത് അതിലേക്ക് കുടഞ്ഞിടാവുന്നതാണ്. ഇനിയും നമ്മൾ തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ പൗഡർ കലക്കിയത് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്.
നമ്മൾ ബാലൻസ് കരുതി വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ ഇതിലേക്ക് ഗാർണിഷ് ചെയ്തിടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഫുഡ് കളറൊക്കെ ചേർത്താണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇന്നത്തെ ചില്ലി ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് അടിക്കാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.